ആ സത്യപ്രതാപൻ എന്തിനാണ് നിനക്ക് ഇത്രയും തൂക്കമുള്ള മാല തന്നുവിട്ടതെന്ന് എനിക്കറിയണം. വിളിക്കടി അയാളെ. എന്റെ മുന്നിൽ വെച്ച് ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കേ. ഏത് കണക്കിലാണ് അയാൾ ഈ മാല നിനക്ക് തന്നതെന്ന് ചോദിക്കടി. ഗോപേട്ടൻ ഇങ്ങനെ ബഹളം വെക്കരുത്. കുറച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ സത്യനെ വിളിച്ചോളാം. അവളുടെ ഒരു സത്യനും അയാളുടെ ഒരു പ്രിയയും. എടി, നീ വിളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. SP അങ്കിളിനോട് ഞാൻ ചോദിക്കാം, അങ്കിൾ എന്തിനാ അമ്മയ്ക്ക് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്തതെന്ന്. അതെനിക്കും അറിയണം. അറിയാൻ ഇനി ഒന്നുമില്ല മോളെ. ഞാനും നീയൊക്കെ വിഡ്ഢികളാ, വിഡ്ഢികൾ. സമൂഹത്തിന് മുന്നിൽ വളരെ മാന്യനും സംസ്കാര സമ്പന്നനുമായ SP വലിയ കുലസ്ത്രീയായ നിന്റെ അമ്മയുടെ പഴയ കാമുകനാ. ഇങ്ങനെ മനസ്സറിയാത്ത കാര്യങ്ങള് സ്വന്തം മോളോട് ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത് ഗോപേട്ട. ഇല്ലടി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ അതെന്റെ കീർത്തി മോള് താങ്ങില്ലടി, താങ്ങില്ല. അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇതൊക്കെ അച്ഛന് വെറും തെറ്റിദ്ധാരണകളാ. മിഥുനെ അണിയിക്കാൻ വേണ്ടിയാവും SP അങ്കിൾ ആ മാല കൊടുത്തുവിട്ടത്. അമ്മയെ വിളിച്ചു പറയാൻ മറന്നുപോയതായിരിക്കും. അതെ അതെ, അങ്ങനെ തന്നെയാ. അല്ല ഗോപേട്ട, അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എങ്ങനെയാ തോന്നുന്നേ. നമ്മുടെ അന്തസ്സിനെ കരുതി നല്ലതിനു വേണ്ടിയാവും സത്യൻ അങ്ങനെയൊക്കെ ചെയ്തത്. കല്യാണം നടന്നപ്പോ നമ്മുടെ മോക്ക് സത്യൻ അന്തസ്സായി സ്വർണ്ണം ഇട്ടത് ഗോപേട്ട മറന്നുപോയോ? നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദിവ്യപ്രഭാന്റെ മനഃപൂർവ്വം ആ വിഷയം എടുത്തിട്ടതാ. ഇവര് പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു അച്ഛാ. എനിക്ക് തന്ന പാക്കറ്റിൽ എന്താണെന്ന് ഞാൻ അങ്കിളിനോട് ചോദിച്ചപ്പോ ആന്റി അവിടേക്ക് വന്നു. ആന്റി അറിയണ്ടെന്ന് കരുതിയാവും അങ്കിൾ മാലയെക്കുറിച്ച് എന്നോട് പോലും പറയാതിരുന്നത്. ദിവ്യപ്രഭ ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞതുകൊണ്ട് അമ്മയ്ക്കും മോക്കും ആ പാവ സ്ത്രീയോട് ദേഷ്യം അല്ലേ? പാവോ? എന്റെ മമ്മിയോ? എന്റെ ധാരണ ഇനി ആരും തിരുത്താൻ നോക്കണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കയ്യും കാലൂട്ട് അടിച്ച് നിലവിളിക്കും.